ശമൂവേൽ ദീർഘദർശിയുടെ 2-ാം പുസ്തകം 18-ാം അധ്യായം 11 മുതൽ 15 വരെ തിരുവചനങ്ങൾ. ബാരക്കുമോർ, യോവാബ് തന്നെ അറിയിച്ചവനോട്, നീ അവനെ കണ്ടിട്ട് അവിടെ വെച്ച് തന്നെ വെട്ടിക്കളയാഞ്ഞതെന്ത്? ഞാൻ നിനക്ക് 10 ശേക്കൽ വെള്ളിയും ഒരു വസ്ത്രവും തരുമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ യോവാബിനോട് പറഞ്ഞത്, 1000 ശേക്കൽ വെള്ളി എനിക്ക് തന്നാലും ഞാൻ രാജകുമാരൻ്റെ നേരെ കൈ നീട്ടുകയില്ല. അബ്ശാലോം കുമാരനെ ആരും തൊടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് രാജാവ് അങ്ങയോടും അബീശായിയോടും ഇത്ഥായിയോടും ഞങ്ങൾ കേൾക്കുകയല്ലോ കൽപ്പിച്ചത്. അല്ല, ഞാൻ അവൻ്റെ പ്രാണനെ ദ്രോഹിച്ചിരുന്നെങ്കിൽ രാജാവിന് ഒന്നും മറവായിരിക്കുകയില്ലല്ലോ. അങ്ങ് തന്നെ എന്നോട് അകന്നു നിൽക്കുമായിരുന്നു. എന്നാൽ യോവാബ്, ഞാനിങ്ങനെ നിന്നോട് സംസാരിച്ച് നേരം കളയുകയില്ല എന്ന് പറഞ്ഞു 3 കുന്തം കയ്യിലെടുത്തു. അബ്ശാലോം കരുവേലകത്തിൽ ജീവനോട് തൂങ്ങിക്കിടക്കുമ്പോൾ തന്നെ അവയെ അവൻ്റെ നെഞ്ചിനകത്ത് കുത്തിക്കടത്തി. അപ്പോഴും അവന് ജീവനുണ്ടായിരുന്നു. യോവാബിൻ്റെ ആയുധവാഹകരായ 10 യുവാക്കൾ ചുറ്റും നിന്നു അബ്ശാലോമിനെ അടിച്ചു കൊന്നു. മശിഹാ തമ്പുരാനെ, നിന്റെ പ്രത്യാശയിൽ മരിച്ചുപോയവരുടെ ആത്മാക്കളിന്മേൽ അലിവുണ്ടാകണമേ. അവരോടൊന്നിച്ച് ന്യായവിധിക്കായി നീ പ്രവേശിക്കരുതേ. ആമേൻ.